Dear children, Chapter 7-ന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രൊവിഷൻസ് ആൻഡ് റിസർവ്, വകയിരുത്തലും കരുതൽ ധനവും. ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം കാര്യമായി ഇതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ്, പ്രൊവിഷൻസ് അഥവാ വകയിരുത്തൽ. ചില ചെലവുകൾ തനത് അക്കൗണ്ടിംഗ് കാലയളവിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിംഗ് പീരീഡിൽ ഉൾപ്പെടുത്തേണ്ടതാണെങ്കിലും അനിശ്ചിതത്വം കാരണം തുക കൃത്യമായി കണക്കാക്കാൻ കഴിയാതെ വരും. തന്മൂലം ശരിയായ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ശരിയായ അറ്റാദായം കണ്ടെത്താനായി അത്തരം ഇനങ്ങൾക്ക് ആവശ്യമായ തുക മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ്. ഉദാഹരണമായി, ഒരു വ്യാപാരി കുറച്ച് സാധനങ്ങൾ കടത്തിന് വിൽക്കുന്നു. കടം വാങ്ങിയവരിൽ ചിലർ തനത് വർഷത്തെ തിരിച്ചടവിൽ വീഴ്ച വരുത്തുകയോ ഭാഗികമായി മാത്രം തുക തിരിച്ചടയ്ക്കുകയോ ചെയ്യാം. കുറച്ച് തുക കിട്ടാതെയും വരാം. ഇപ്പോൾ കൺസർവേറ്റിസം അല്ലെങ്കിൽ മുൻകരുതൽ തത്വം അനുസരിച്ച് ഇത്തരം അപ്രതീക്ഷിത നഷ്ടം കൂടി കണക്കിലെടുത്താൽ മാത്രമേ യഥാർത്ഥ ലാഭവും നഷ്ടവും നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഒരു വ്യാപാരി സംശയാസ്പദ കടത്തിനായി അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനായി ഒരു തുക മാറ്റിവെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ കാണുമല്ലോ, അതിനാവശ്യമായിട്ടുള്ള റിപ്പയേഴ്സ്, റിന്യൂവൽസ്, അതായത് അതിൻ്റെ അറ്റകുറ്റപ്പണി, അത് പുതുക്കൽ, ഇതിനൊക്കെയുള്ള തുകയും മാറ്റിവെക്കാവുന്നതാണ്. ഇങ്ങനെ അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്ക് തനത് വർഷത്തെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് വകയിരുത്തൽ അഥവാ പ്രൊവിഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പ്രൊവിഷൻസിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, മൂല്യക്ഷയത്തിനുള്ള വകയിരുത്തൽ. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, സംശയാസ്പദ കടത്തിനുള്ള വകയിരുത്തൽ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, നികുതിക്ക് വേണ്ടിയുള്ള വകയിരുത്തൽ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, അധമർക്ക് കിഴിവ് നൽകാനുള്ള വകയിരുത്തൽ. അതായത് ഡെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ കടത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് പണം തരാനുള്ളവരല്ലേ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് കൃത്യമായി പൈസ കൊണ്ടുവന്ന് തരുമ്പോൾ അവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വകയിരുത്തുന്ന പ്രൊവിഷൻ. അപ്പോൾ നെക്സ്റ്റ്, പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, അറ്റകുറ്റപ്പണികൾക്കും പുതുക്കലിനുമായിട്ടുള്ള വകയിരുത്തൽ. ഇതൊക്കെ പ്രൊവിഷൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമുക്കൊരു സെൻറ്റൻസ് എഴുതണം. നോക്കിക്കേ, ഇതൊന്നും എഴുതി വെച്ചാൽ മതി. പ്രൊവിഷൻ മീൻസ് എനി എമൗണ്ട് സെറ്റ് അസൈഡ് ആസ് എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ടു മീറ്റ് എ ലോസ് ഓർ എക്സ്പെൻസ്, the amount of which cannot be determined with substantial accuracy. പ്രൊവിഷൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാഭത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് നീക്കി വെക്കുന്നതാണ് അല്ലേ. എനി എമൗണ്ട് സെറ്റ് അസൈഡ് ആസ് എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ടു മീറ്റ് എ ലോസ് ഓർ എക്സ്പെൻസ് അല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു എക്സ്പെൻസോ ലോസോ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാഭത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു തുക, അതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൊവിഷൻസ് അഥവാ വകയിരുത്തൽ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് വിച്ച് കനോട്ട് ബി ഡിറ്റർമൈൻഡ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ ആക്യുറസി, അത് എത്ര വേണമെന്നുള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് ആയിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ തനത് വർഷത്തെ വരുമാനത്തിൽ നിന്നാണ് വകയിരുത്തലിനും നഷ്ടങ്ങൾക്കുമുള്ള തുക കണ്ടെത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ എക്സ്പെൻസ് ആൻഡ് ലോസ് ഈസ് എ ചാർജ് എഗൈൻസ്റ്റ് ദ റവന്യൂ ഓഫ് ദി കറന്റ് പീരിയഡ്. കണ്ടോ? ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ എൻഷുവേഴ്സ് പ്രോപ്പർ മാച്ചിങ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഹെൻസ് ദ കാൽക്കുലേഷൻ ഓഫ് ട്രൂ പ്രോഫിറ്റ്സ്. അപ്പോൾ ഈ വരവും ചെലവും ഒത്തുപോകുന്നതിനും അതുവഴി യഥാർത്ഥ വരുമാനം കണക്കാക്കുന്നതിനും ഈ വകയിരുത്തൽ നടത്തുന്നതിലൂടെ സാധിക്കുന്നു. പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ പ്രൊവിഷൻസ് നമ്മൾ
P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊവിഷൻസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്കിത് ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇനി പറയുന്നത്. ഇൻ ദ ബാലൻസ് ഷീറ്റ് the amount of provision may be shown either by way of deduction from the concerned asset on the asset side. അപ്പോൾ ഒന്നുകിൽ ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെ സൈഡിൽ അസറ്റ് സൈഡിൽ അതാത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് എലോങ് വിത്ത് കറണ്ട് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഹ്രസ്വകാല ബാധ്യതയായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ നമുക്കിത് ആവശ്യം വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പം നോക്കിക്കേ, ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൻ്റെ ഉണ്ടോ, ഇതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരാനുള്ളതാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റിനകത്ത് ഇവിടെ ഡെറ്റേഴ്സ് 20,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷനൊക്കെ കണ്ടോ, അതിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് P&L അക്കൗണ്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രൊവിഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിൻ്റെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ എന്താ ചെയ്യുന്നത്? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട വിധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് ഞാൻ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡെറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഗുഡ് ഡെറ്റേഴ്സ്, ബാഡ് ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. എന്താണ് ഗുഡ് ഡെറ്റേഴ്സ് പറഞ്ഞാൽ? കൃത്യമായും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ഡെറ്റേഴ്സാണ് ഗുഡ് ഡെറ്റേഴ്സ്. അതായത് അവർ തരാനുള്ള പൈസ കൃത്യമായി തിരിച്ചു തരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഡെറ്റേഴ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗുഡ് ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തമ ഡെറ്റർ എന്ന് മലയാളത്തിൽ പറയും. ഇനി ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതാണ് ബാഡ് ഡെറ്റ് അഥവാ കിട്ടാക്കടം. കിട്ടാക്കടം എന്നാണ് അതിൻ്റെ മലയാളം. അതായത് അവരിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പുള്ളതാണ്. അത്തരത്തിലുള്ള ഡെറ്റിനാണ് ബാഡ് ഡെറ്റ് അഥവാ കിട്ടാക്കടം എന്ന് പറയുന്നത്. ഇപ്പം ഇതിനെ നഷ്ടമായി കണക്കാക്കുന്നു, ഇത് ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട്. എന്താണ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ? സംശയാസ്പദ കടങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. അതായത് മുഴുവൻ തുകയും പിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുറപ്പില്ലാത്ത കടങ്ങളാണ് സംശയാസ്പദ കടങ്ങൾ അഥവാ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവർ തരാനുള്ള മുഴുവൻ തുകയും അവരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, സംശയമാണ് അവർ മുഴുവൻ തുകയും തരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അത്തരം ഡെറ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിസർവ്സ് അഥവാ കരുതൽ ധനം എന്താണെന്ന് നോക്കാം. A part of the profit may be set aside and retained in the business to provide for certain future needs like growth and expansion or to meet future contingencies. വ്യാപാര സ്ഥാപനങ്ങൾ ലാഭത്തിൻ്റെ ഒരു ഭാഗം അവയുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയും അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാവുന്ന അടിയന്തര ആവശ്യങ്ങൾക്കും മാറ്റിവെക്കാറുണ്ട്. നമുക്കറിയാം, ബിസിനസ് സ്ഥാപനം അവർ സ്റ്റാർട്ട് ചെയ്തു, അവർ പിന്നീട് അവർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഭാവിയിൽ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതുപോലെ ഭാവിയിൽ ചില അടിയന്തര ആവശ്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാഭത്തിൻ്റെ ഒരു ഭാഗം അവർ നീക്കിവെക്കുന്നു. അതാണ് റിസർവ് അഥവാ കരുതൽ ധനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വർഷവും ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു തുക മാറ്റിവെച്ചാൽ അതിനെ കരുതൽ ധനം അഥവാ റിസർവ് എന്ന് വിളിക്കാം. നോക്കിയേ, റിസർവ്സ് ആർ ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. കണ്ടില്ലേ, റിസർവ് ഈസ് നോട്ട് എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് as it is not meant to cover any non-liability or expected loss in future.
അപ്പോൾ സ്ഥാപനത്തിന്റെ നിലവിലുള്ളതോ ഭാവിയിൽ ഉണ്ടാകുന്നതോ ആയ ബാധ്യതയോ നഷ്ടമോ തീർക്കാനുള്ളതല്ല കരുതൽ ധനം. മനസ്സിലായില്ലേ? നേരെ മറിച്ച് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. കണ്ടോ? നോട്ട് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു കവർ എനി നോൺ ലയബിലിറ്റി ഓർ എക്സ്പെക്റ്റഡ് ലോസ് ഇൻ ഫ്യൂച്ചർ. ഹവെവർ റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ഫോം ഓഫ് റിസർവ് reduces the amount of profit available for distribution among the owners of the business. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാപനത്തിന്റെ നിലവിലുള്ളതോ ഭാവിയിൽ ഉണ്ടാകുന്നതായ ബാധ്യതയോ നഷ്ടമോ തീർക്കാനുള്ളതല്ല ഈ റിസർവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച തുകയാണ് ഈ റിസർവ് അഥവാ കരുതൽ ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ റിസർവ് നമ്മൾ നീക്കിവെക്കുമ്പോൾ അല്ലെങ്കിൽ കരുതൽ തുക ഉടമകൾക്ക് കിട്ടാനുള്ള ലാഭവിഹിതം കുറയാനായിട്ട് കാരണമാകും. പിന്നെ അത് ബാലൻസ് ഷീറ്റിൽ ഇവ നമ്മളെ ലയബിലിറ്റിയുടെ ഭാഗത്ത് റിസർവ് ധനം എന്ന തലക്കെട്ടിലാണ് നമ്മളിത് രേഖപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് ഷോൺ ആസ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ക്യാപിറ്റൽ എഴുതിയ ശേഷം അതിന് ശേഷം നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റിസർവുകൾക്ക് ഉദാഹരണം ജനറൽ റിസർവ് ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ? പൊതുവായിട്ടുള്ള കരുതൽ നിധി, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, തൊഴിലാളി നഷ്ടപരിഹാര നിധി, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, നിക്ഷേപ വ്യതിയാന നിധി, ക്യാപിറ്റൽ റിസർവ്, മൂലധന കരുതൽ നിധി, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ലാഭവിഹിത തുല്യത നിധി, റിസർവ് ഫോർ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, കടപത്രം മടക്കി വാങ്ങൽ നിധി. ഇതൊക്കെ ഇത്തരത്തിലുള്ള റിസർവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് റിസർവ്, ഇപ്പം നമ്മൾ റിസർവും പഠിച്ചു, പ്രൊവിഷനും പഠിച്ചു. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 2 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചെറിയ മാർക്കിൻ്റെ ഈ ഡിഫറൻസ് എഴുതാൻ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ കോളം വരച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 2-3 ഡിഫറൻസ് നിങ്ങൾ അതിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്തിൻ്റെ ബേസിസിലാണ് ഡിഫറൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ പ്രൊവിഷന്, റിസർവ്. ഒന്നാമത്തെ ബേസിക് നേച്ചറിനെ അടിസ്ഥാനമാക്കി, അതായത് അടിസ്ഥാന സ്വഭാവം അല്ലേ? പ്രൊവിഷന്റെ റിസർവിന്റെയും അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പ്രൊവിഷൻ എന്ന് പറയുന്നത് ലാഭത്തിൽ കുറവ് വരുത്തുന്നതാണ് അല്ലേ? അപ്പോൾ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്. എന്നാൽ റിസർവ് എന്ന് പറയുന്നതോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് ഈ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതായത് നമ്മൾ പറഞ്ഞു ലാഭത്തിൽ ചുമത്തുന്നതാണ് പ്രൊവിഷൻ, എന്നാൽ ലാഭത്തിൽ നിന്ന് നീക്കി വെക്കുന്നതാണ് കരുതൽ ധനം. നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കുന്നതിന് എല്ലാ പ്രൊവിഷൻസും നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കിയ ശേഷമാണ് നമ്മൾ റിസർവ് രൂപീകരിക്കുന്നത്. അതായത് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാഭം കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ ഈടാക്കുവാണ്. അതായത് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിസർവ് നമ്മൾ വെക്കുന്നത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കണ്ടെത്തി, ലാഭം കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്ന് കുറച്ച് തുക നീക്കി വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ന് പറയുന്നത് ലാഭത്തിൽ കുറവ് വരുത്തുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് പ്രൊവിഷൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ ചാർജ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുന്നത്. അതിനുശേഷമല്ലേ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി പക്ഷേ റിസർവ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്നാണ് നമ്മൾ ഈ റിസർവിൻ്റെ തുക നമ്മൾ മാറ്റിവെക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
ഇനി കൂടുതലായിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ പ്രൊവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്, റിസർവ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അതായത് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു തുകയാണ് റിസർവ്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ലാഭത്തിൽ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ലാഭം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. വൺ വേർഡിലൊക്കെ ചോദിക്കാം കേട്ടോ. പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നോ അങ്ങനെ, അല്ലെങ്കിൽ വൺ വേർഡിലൊക്കെ ചോദിക്കാം. ഇനി രണ്ടാമത്തേത് പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ്. പർപ്പസ് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശം അല്ലേ, അഥവാ ലക്ഷ്യം. പ്രൊവിഷന്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ എ നോൺ ലയബിലിറ്റി ഓർ എക്സ്പെൻസ് പെർട്ടൈനിങ് ടു കറന്റ് അക്കൗണ്ടിങ് പീരിയഡ്, ദ എമൗണ്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് സർട്ടൻ. കണ്ടോ, ഈ എന്തിനാണ് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത്? തനത് അക്കൗണ്ടിങ് കാലയളവിലെ നിശ്ചിതമല്ലാത്ത ബാധ്യതയോ ചെലവോ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊവിഷൻ നടത്തുന്നത് അല്ലേ. എന്നാൽ അപ്പം നമുക്ക് നോൺ ലയബിലിറ്റി അല്ലെങ്കിൽ എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ടാണ് അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊവിഷൻ വെക്കുന്നത്. എന്നാൽ റിസർവോ, ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഇത് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്ന ധനമാണ് റിസർവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വ്യാപാര സ്ഥാപനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് നമ്മൾ ഈ റിസർവ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ സം റിസർവ്സ് ആർ ഓൾസോ മാൻഡേറ്ററി അണ്ടർ ലോ. ഈ നിയമപ്രകാരം ചില റിസർവുകളൊക്കെ കമ്പൽസറിയാണ്. ആ റിസർവൊക്കെ കരുതി വെക്കണം എന്നുള്ളത് നിയമം അനുസരിച്ച് അത് കമ്പൽസറിയാണ്. ഇനി തേർഡ് ബേസിസ് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. അതായത് ഇത് ടാക്സബിൾ പ്രോഫിറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൊവിഷൻസ് വെക്കുന്നത് വഴി നമുക്ക് ടാക്സബിൾ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ്. അതായത് നമ്മൾ ഈ പ്രൊവിഷൻ കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൽ നിന്നാണല്ലോ നമ്മൾ ടാക്സ് കണക്കാക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ പ്രൊവിഷൻ വെക്കുവാണ്. അപ്പോൾ അത്രയും തുക നമുക്ക് എന്ത് ചെയ്യും? ടാക്സബിൾ പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിസർവിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. കാരണം എന്താ? ഇവിടെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. കാരണം എന്താ? നമ്മൾ നികുതി കുറച്ചതിന് ശേഷമുള്ള ലാഭത്തിൽ നിന്നാണ് ഈ കരുതൽ രൂപീകരിക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നൊരു ഭാഗമല്ലേ നമ്മൾ റിസർവിലേക്ക് മാറ്റിയിടുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന് മൊത്തം നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതാണ് ടാക്സബിൾ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രൊവിഷനകത്ത് ഇറ്റ് റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ്, റിസർവിനകത്ത് ഇറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് പ്രസന്റേഷൻ ഇൻ ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതിനെ ബേസ് ചെയ്ത്. പ്രൊവിഷൻസ് ഇറ്റ് ഈസ് ഷോൺ എയ്തർ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദ ഐറ്റം ഓൺ ദി അസറ്റ് സൈഡ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അതായത് ഈ പ്രൊവിഷൻസ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അതാത് അസറ്റിൽ നിന്ന് കുറച്ചോ, അല്ലെങ്കിൽ ഓർ ഇൻ ദ ലയബിലിറ്റി സൈഡ് എലോങ് വിത്ത് കറന്റ് ലയബിലിറ്റീസ്. അതായത് ലയബിലിറ്റി സൈഡിലാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടോ രേഖപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രൊവിഷൻസ് ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ റിസർവോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ആഫ്റ്റർ ക്യാപിറ്റൽ എമൗണ്ട്. അതായത് ഈ റിസർവ് അഥവാ ഈ കരുതൽ തുക ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുകയുള്ളൂ. അതായത് ക്യാപിറ്റലിന്റെ എമൗണ്ട് എഴുതിയ ശേഷം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ മാത്രമേ റിസർവ് നമ്മൾ രേഖപ്പെടുത്തുകയുള്ളൂ. നെക്സ്റ്റ് എലമെന്റ് ഓഫ് കമ്പൽഷൻ, നിർബന്ധിത ഘടകത്തെ ബേസ് ചെയ്തിട്ട്. ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഇസ് നെസസറി ടു അസർട്ടൈൻ ദ ട്രൂ ആൻഡ് ഫെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ കംപ്ലയൻസ്, പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഈവൻ ഇഫ് ദെയർ ആർ നോ പ്രോഫിറ്റ്. ഈ കൺസർവേറ്റിസം അഥവാ മുൻകരുതൽ തത്വം അനുസരിച്ച് യഥാർത്ഥ ലാഭമോ നഷ്ടമോ കണക്കാക്കാൻ നമ്മൾ ഈ പ്രൊവിഷൻ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ സ്ഥാപനത്തിന് ലാഭമില്ലെങ്കിലും നമ്മൾ എന്ത് വെക്കണം? ഈ പ്രൊവിഷൻ വെക്കേണ്ടതുണ്ട്. എന്നാൽ റിസർവ് ആണെങ്കിലോ ജനറലി ക്രിയേഷൻ ഓഫ്
എ റിസർവ് ഈസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. അതായത് ഈ കരുതൽ ധനം സ്വരൂപിക്കുക എന്നത് മാനേജ്മെന്റിന്റെ വിവേചനാധികാരമാണ്. റിസർവ് കനോട്ട് ബി ക്രിയേറ്റഡ് അൺലെസ് ദെയർ ആർ പ്രോഫിറ്റ്സ്. അപ്പം ലാഭമില്ലെങ്കിൽ നമ്മൾ റിസർവ് സ്വരൂപിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാഭമില്ല, കാരണം ലാഭത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നതാണല്ലോ. അപ്പം ലാഭമില്ലെങ്കിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല? റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. However, in certain case, law has stipulated for the creation of specific reserve such as debenture redemption reserve. എന്നാലും ഈ കടപ്പത്രം തിരിച്ചു കൊടുക്കുന്നതിനുള്ള കരുതൽ പോലെയുള്ള ചില ഇനങ്ങൾക്ക് കരുതൽ ധനം രൂപീകരിക്കാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് എക്സെപ്ഷണൽ കേസാണ്. പക്ഷെ സാധാരണ രീതിയിൽ നമുക്ക് ലാഭമില്ല എങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ട? റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അപ്പം ഇത് കമ്പൽഷൻ ബേസ് ചെയ്ത് പറയുന്നതാണിത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, യൂസ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ലാഭവിഹിതം കൊടുക്കാൻ ഉപയോഗിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പറയുന്നത്? പ്രൊവിഷൻസ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്ക് ഈ ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊവിഷൻ കരുതി വെച്ചിരിക്കുന്ന പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ഡിവിഡൻഡ് അത് ഉപയോഗിച്ച് നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ, അത് നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പം നമുക്കത് എന്തിനു ഉപയോഗിക്കാൻ പറ്റത്തില്ല? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ റിസർവോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ഈ റിസർവ് ആയിട്ട് അല്ലെങ്കിൽ കരുതൽ ധനം ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ലാഭവിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഈ റിസർവ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇത്രയുമാണ് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എളുപ്പമുള്ള ഒരു 3-4 ഡിഫറൻസ് നിങ്ങൾ പഠിക്കുക. അപ്പം ഇത് എളുപ്പമാണല്ലോ പഠിക്കാൻ. അതുപോലെ ബാലൻസ് ഷീറ്റിൽ 2-3 എണ്ണമാണ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ, 2-3 മാർക്കിൻ്റെയൊക്കെ ചോദിക്കത്തുള്ളൂ. കണ്ടോ, ഇതൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു 3-4 ഡിഫറൻസ് എളുപ്പമുള്ളത് നോക്കി നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.